അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിധി അവനിൽ ഒളിച്ചു കിടക്കുന്നു. ബ്രദർ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ സോപ്രോസമ പറഞ്ഞ ആശയം എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തു. നമുക്കുള്ള അറിവ് എള്ളോളമുള്ളൂ, ഇനി അറിയാനുള്ളത് കടലോളം വ്യാപ്തിയിൽ കിടക്കുന്നു. ഒത്തിരി ചിന്തിപ്പിച്ചു എന്നെ. അപ്പോൾ ആ കടലോളം കിടക്കുന്നത് വാരിക്കോരി എടുക്കണമെന്നൊരാഗ്രഹം തോന്നി. പിന്നീട് മനസ്സിലായി അത് യേശുവിനും അവനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ആണ് അത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ, അവനിൽ സൗലവും സമർപ്പിച്ച് അവനെ വിളിച്ചാൽ ഈ കടലോളം കിടക്കുന്നതിലേക്ക് ഊളിയിട്ടിറങ്ങാൻ പറ്റുമെന്നുള്ളൊരു ഒരു ചിന്തക തന്നു. പിന്നെ കൃപ എന്താണെന്ന് വിശദീകരിച്ച് തന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തു. ദൈവികത നമ്മളിലേക്ക് താണിറങ്ങി വന്ന് നമ്മുടെ മാനുഷികതയെ വിശുദ്ധീകരിച്ച് ഉദാത്തീകരിച്ച് ദൈവികമാക്കുന്നു. അത് വലിയൊരു അനുഭൂതിയാണ്, അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അത് കുദാശകളുടെ മമോദീസായിൽ ആരംഭിച്ച് കുദാശകളുടെ പരിമർമ്മത്തിലൂടെ അനുദിനം നമ്മളിൽ നടക്കുന്നതാണല്ലോ എന്നുള്ള ചിന്ത വലിയ പ്രത്യാശ നൽകി. കുറേ കൂടെ സജീവമായി ഒരുങ്ങി കുദാശകളെ സമീപിച്ചാൽ കുമ്പസാരവും കുർബാനയും മറ്റു കുദാശകളും ഈ ദൈവീകത കൃപ നമ്മളിലേക്ക് സമർത്ഥമായിട്ട് ഒഴുക്കും. അത് നമുക്ക് ജീവിക്കാനാവുമല്ലോ എന്നുള്ള ഒരു വലിയൊരു ഉൾക്കാഴ്ച നൽകി. പിന്നീട് ഈ അറിവിൻ്റെ എല്ലാം നിധി ഒളിച്ചു കിടക്കുന്നത് കൊളോസോസ് ലേഖനത്തെ ആസ്പദമാക്കി പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലാണ്. മമദീസായിലൂടെ അവൻ ആ നിധി മുഴുവൻ നമുക്ക് തന്നിട്ടുണ്ട്. വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ് അത്. ആ നിധി ഇപ്പോഴും നമ്മളിൽ പലരിലും തുറക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. അത് ഈശോയും പരിശുദ്ധാത്മാവും കൂടിയാണ് ഇത് തുറന്ന് നമുക്ക് ജീവിക്കുവാൻ, അനുഭവിക്കുവാനുള്ള കവാടങ്ങൾ തുറന്നു തരുന്നത്, ശക്തീകരിക്കുന്നത്. അപ്പം ഈശോയുടെ നമ്മിൽ എല്ലാത്തിൻ്റെയും ഉറവിടം വചനമാണ്, വചനമായ കർത്താവാണ്. അപ്പോൾ ആ വചനത്തെ അള്ളിപ്പിടിച്ചാൽ, അതുപോലെ തന്നെ പുലരിയിൽ ജ്ഞാനം പകർന്നുകൊണ്ട് അവൾ നമ്മളുടെ വാതിൽപ്പടിയിൽ കാത്തു ഉണ്ടെന്നുള്ള ആ ജ്ഞാനവചസ് 6:14 വലിയ സന്തോഷമായിരുന്നു. ഇന്നലെ പ്രിയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കിടന്ന് പ്രഭാതത്തിൽ നേരത്തെ ഉണർത്തി 4 മണിക്ക് തന്നെ ഉണർന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടവന്നത് വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും അത് കൂടുതൽ ഈ ജ്ഞാനവചസ്സുകളുമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽക്കൽ എന്നും കർത്താവ് ജ്ഞാനം പകർന്നു തരാൻ കാത്തു നിൽക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യാശ നൽകുന്ന ഒരു ചിന്തയും അനുഭവമായിട്ട് തോന്നി. അത് അനുഭവിക്കാൻ പറ്റിയതും വലിയൊരു അനുഗ്രഹമായി. പിന്നെ സങ്കീർത്തനങ്ങൾ ഓരോന്നും വിശദീകരിച്ചപ്പോൾ പ്രത്യേകിച്ച് 19-ാം സങ്കീർത്തനത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ പകലിനോട് സംസാരിക്കുന്നു, രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അത് വലിയൊരു പൂതനമായ ഉൾക്കാഴ്ചയായിരുന്നു. അനന്തതയിൽ നിൽക്കുന്ന, ചിലപ്പോൾ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയായിരിക്കും. പ്രത്യേകിച്ച് കർമ്മലീത്ത സിസ്റ്റേഴ്സിന് കർമ്മലീത്ത വിശുദ്ധർക്ക് ഏറെ അനുഭവമുള്ള ഒരു പാസേജാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കുച്ചറിസിയ പുണ്യരിയും അമ്മ തെരേസ്യയെയും യോഹന്നാൻ ക്രൂസിനെയും ഒക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ കടന്നു. ഉടനെ ബ്രദർ അവരുടെയൊക്കെ പേരും പറഞ്ഞു. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ രാത്രി, ഇരുണ്ട രാത്രികളിലൊക്കെ യോണത്തി ക്രൂസും ചെറുഷ്പവും പിന്നെ അമ്മ തെരേസ്യ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ മണിക്കൂറുകൾ നിത്യതയെക്കുറിച്ചൊക്കെ ധ്യാനിച്ചതും, കൊച്ചറിസ്യ പുണ്യതി ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിയപ്പോൾ കട്ടിലിൻ്റെ പുറകിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ മറഞ്ഞിരുന്നൊക്കെ ധ്യാനിച്ചപ്പോൾ സിസ്റ്റർ വന്ന് ചോദിക്കുന്ന ആ രംഗമൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നു. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ധ്യാനിക്കുകയാണെന്നാണ് കുഞ്ഞുകുട്ടി പറഞ്ഞത്. അത്രയും ചെറുപ്പത്തിൽ തന്നെ നിത്യതയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയുള്ള ആ വലിയ കൃപ ആ കൊച്ചു പ്രായത്തിൽ ശിശുക്കളെ പോലെയാകുന്നവർക്കാണ് സ്വർഗരാജ്യമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ അതാണല്ലോ എന്നുള്ള ചിന്ത ബ്രദർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തട്ടി. ഇങ്ങനെ ഒത്തിരി നല്ല ചിന്തകളും എന്താണ് വെളിപ്പെടുത്തലുകളും തരുന്നതായിരുന്നു ക്ലാസ്സുകൾ. അതിന് ബാക്കിംഗ് ആയിട്ടുള്ള ആ സങ്കീർത്തനങ്ങളുടെ ആലാപം വലിയ അനുഭവം പകർന്നു. കൂടുതൽ ആഴത്തിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ കൂടി കടന്നു പോകുവാനും അത് അനുഭവപരമാക്കുവാനും എല്ലാവർക്കും സാധിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു. അവർ നന്നായിട്ടത് പാടുകയും ചെയ്തു. വായനയും വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ചേച്ചിയുടെ.
എല്ലാം നമുക്ക് വളരെ അതുകൊണ്ട് വലിയൊരു പ്രത്യാശയുണ്ട്. ഒത്തിരി നാൾ കൂടി നേരത്തെ ബ്രദറിനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ധ്യാനത്തിൽ കൂടാൻ വീണ്ടും അവസരം കിട്ടിയത്. അതും വലിയൊരു അനുഭവമായി. ഇത് വീണ് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ വലിയൊരു ആത്മീയ ഉത്കർഷവും വളർച്ചയും നമുക്കെല്ലാവർക്കും കിട്ടും, എനിക്കും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.